അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾക്കൊരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട്, പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ സംഭവം വീഡിയോസൊക്കെ ഈ പെണ്ണിൻ്റെ ഫേസ് റിവീൽ ചെയ്തു. അപ്പോൾ ഫേസ് റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്ന് നീക്കുപോക്കൊന്നും ഒരു കാര്യങ്ങൾക്കൊരു ഉറപ്പ് വരാത്തത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെണ്ണിന് സോഷ്യൽ മീഡിയ കമൻസിനോടൊക്കെ ഭയങ്കര ഭയമുള്ളതാണ്. കാര്യം എന്തായിരിക്കും ഇവർ ആൾക്കാർ എന്താണ് പറയാൻ പോകുന്നത്, അയ്യോ അങ്ങനെ ഭയങ്കര ടെൻഷനും ഓവർ തിങ്കിങ്ങും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഗാന്ധിയെ കൊന്നാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന കമൻറ്റ് ബോക്സ് ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചിലർ നല്ലത് പറയും, ചിലത് മോശം പറയും, വാട്ടെവർ, അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ സംഭവം റിവീൽ ചെയ്തത്. അപ്പോൾ കുറേ പേര് നല്ലത് പറഞ്ഞു, കുറേ പേര് മോശം പറഞ്ഞു. അതിലൊരു കമൻ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീടൊക്കെ വെച്ച് പണമൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണക്കാരിയെ തപ്പിപ്പിടിച്ച് പോയി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നതൊരു സംഭവം ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. ആക്ച്വലി നിങ്ങളടുത്ത് പറയാത്ത അല്ലെങ്കിൽ അറിയാത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പെങ്ങാണ്ടാണ് ആ വീട് അവരുടെ വീടിൻ്റെ പാല് കാഴ്ച കഴിഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് വരെ അവരൊരു വാടക വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പണക്കാരിയാണ് അല്ലെങ്കിൽ അതൊരു അംബാനി കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ രണ്ടുപേരെയും ഒരു കോമൺ ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന പറയുന്നത് വീട് തന്നെയായിരുന്നു. രണ്ടുപേർക്കും വീടില്ലായിരുന്നു. അപ്പോൾ കുറേ കാലം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തൊരു വീട് വെച്ച് അതിൻ്റെയൊക്കെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഥ മുഴുവൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാം. എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നതാണെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളത്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഒരാളെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്തെടുത്തത്. ഓക്കെ, ദെൻ അതെല്ലാം പോട്ടെ, അതൊക്കെ അവിടെ കേട്ട് ഇന്നത്തെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിൻ്റെ വെഡ്ഡിങ് സാരി, മേ ബി അതിനെ എന്താ മന്ത്രകോടി അങ്ങനെ എന്തൊക്കെ പറയും, അതിൽ പുടവ അങ്ങനെ എന്തൊക്കെയില്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും. കല്യാണത്തിന് ഇപ്പോൾ ഇനിയും ഒരു 5-6 മാസം സമയമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ എടുക്കുന്നതെന്ന് പറയും. കല്യാണ പെണ്ണ് അടുത്ത ആഴ്ച ബാക്ക് ടു ജോലിക്ക് വേണ്ടി പോവുകയാണ്. പെണ്ണിൻ്റെ പേര് ശില്പ ഉദയകുമാർ എന്നാണ്. ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് UK-യിലാണ്, അവിടെ നേഴ്സാണ്. സോ അടുത്ത ആഴ്ച ആ കുട്ടി തിരിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട്, അപ്പോൾ ഇനി എന്തായാലും തിരിച്ച് കല്യാണത്തിന് ചിലപ്പോൾ കുറച്ച് ദിവസം മുമ്പായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ സാരി സെലക്ട് ചെയ്ത് തയ്ച്ച് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ സാരി സെലക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഹേ, റെഡിയാണോ? സെലക്ട് ചെയ്യാൻ റെഡിയാണോ? സെലക്ട് ചെയ്യാൻ റെഡിയാണോ? എന്നാലും നീ റെഡിയാണല്ലേ? നാത്തൂനല്ലേ? റെഡിയാണ്. നിനക്ക് എടുക്കണല്ലേ? എനിക്കിപ്പോ എടുക്കണ്ടേ, ഇനി സമയമുണ്ടല്ലോ, ഞാൻ പതുക്കെ എടുത്തോളാം. അവന് ഫുഡ് കൊടുത്താ? ഇന്നും നീ കുറച്ചു നേരം ക്ഷമിക്കണം, നമ്മൾ പോയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എടുക്കാതിരുന്നു നമ്മൾ വരണ വരെ. ലക്കി ടാറ്റാ. മളു, ഓ ഏത് കളറായിരിക്കും നല്ലത്? റെഡ് ആയിരിക്കും. കടും റെഡാ? റെഡിന് തന്നെ പല ഷെയ്ഡും ഉണ്ടല്ലോ. മറ്റേ കടും ചോപ്പ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ നമുക്ക് റെഡ് പിടിക്കണം. എല്ലാരും റെഡൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ കല്യാണത്തിന്. പണ്ടൊക്കെ അല്ലേ എപ്പോഴും റെഡ്, ഇപ്പൊ എല്ലാരും മാറ്റി പിടിച്ചു തുടങ്ങി. ഇപ്പൊ ഏതായിരിക്കും നല്ലൊരു ബെസ്റ്റ്, ആരും എടുക്കാത്തൊരു സെലക്ഷൻ? ആരും എടുക്കാത്തന്നല്ല, ഒരു വെറൈറ്റി നല്ല നമുക്ക് ഗോൾഡൻ ഷെയ്ഡ്. ഗോൾഡൻ കളറാ? നോക്കാം, വെച്ച് നോക്കാം. പിങ്ക് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പിങ്കും കുഴപ്പമില്ല. മറ്റെന്തൊരു ബേബി പിങ്ക്. ബേബി പിങ്ക് പിങ്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഉണ്ട്. അത് തന്നെ. അത് മറ്റേ അവരുടെ ദിയ കൃഷ്ണയുടെ കല്യാണത്തിന് സഹോദരിയൊക്കെ ഇട്ടോണ്ടിരുന്നില്ലേ, ഇഷാനിയൊക്കെ ഇട്ടുന്ന ആ ഒരു ടൈപ്പ് കളർ. അപ്പോൾ നമ്മൾ വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം പോത്തീസിലാണ്, ആയുർവേദ കോളേജിനടുത്ത്. ഇനി നമുക്ക് ആദ്യം പോയിട്ട് അവരെ ഒന്ന് കണ്ടുപിടിക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. അത് അവിടെ എങ്ങാണ്ടാണ്. നോക്കണം.
ഫുഡ് കഴിച്ചായിരുന്നോ? അല്ല, പാർക്കിംഗ് പുറകെ വെച്ചതാണ്, നമ്മളവിടെ കയറി. ഓക്കെ ആവുന്നത് ഫുൾ സെറ്റ്. അവള് ഓക്കെയാണോ നിന്റെ അടുത്ത്? ബ്ലൗസ് ആണോ? കണ്ണാടി കാണാൻ രസമാണ്. മാല കൊണ്ടുവരാം. സെലക്ഷൻ ഇട്ടേക്കണ മാലയും കൊണ്ടുപോവാ. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് ഗൈസ്. വെറും അരമണിക്കൂറിന്റെ സാരി സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് ഒരു 2-3 മണിക്കൂർ എടുക്കുമെന്ന്. വളരെ സിമ്പിൾ. ഫുള്ള് റെഡും അല്ലല്ലോ. ഫുള്ള് റെഡ് അല്ലല്ലോ. അല്ലല്ല. വേറെ കളർ നോക്കണേ, സംഭവം കൊള്ളാം. ഇതൊരെണ്ണം മാറ്റി വെച്ചിട്ട് വേറെയും കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഇതൊരെണ്ണം മാറ്റി വെച്ചിട്ട് ഒന്ന് വിടുന്നോ? ഓപ്ഷൻ 1. ഓപ്ഷൻ നമ്പർ 2 ഒരു പിങ്ക് കളറാണ് ഇപ്പോൾ ട്രൈ ചെയ്യണത്. കണ്ണാടി കൂടെ കാണിച്ചു. അതൊരു ബേബി പിങ്ക് അല്ലേടി? അത് ഒരു പിങ്കിൽ മറ്റേ മജന്ത വരണല്ലേ? പിങ്കിലൊരു മജന്ത പറഞ്ഞ ടൈപ്പ് സാധനമാണ് ഇപ്പോൾ ട്രൈ. ഇതൊരു വെറൈറ്റി സാധനമാണ്. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കട്ടെ. മറ്റത് ഒരെണ്ണം ഫിക്സ് ആണ്, എന്നാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ. ഏയ് കുമ്മണി, ഏയ് ഏയ് ചിരിക്കണോ? പേരെന്താ? പേരെന്താ? ഹണിയൻ. ഇഹൻ ഹണിയൻ. ഓ ക്യൂട്ട്. ചിരിക്കടാ, ചിരിക്ക. അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആ ഓ മൈ ഗോഡ്, ഇത് നോക്ക്. ഇത് കൊള്ളാമല്ലോ. ഇതാണോ നല്ലത്, മറ്റേതാണോ നല്ലത്? മറ്റേ എനിക്കൂടെ കുറച്ചുകൂടെ കളർ എറിച്ചിരിക്കണ മറ്റേതിലാണെന്ന് തോന്നുന്നില്ലേ? മറ്റേത് ബ്രൈറ്റാ കുറച്ചുകൂടെ അല്ലേ? ഓ ഇതായിപ്പോയി. അയ്യോ ഇവിടെ അത് ശരി. പേരെന്താ? രേഷ്മ. ഇവിടെ ഉള്ളേനെ? ആ സ്ഥലം ഇവിടെ? ഇനി കുറച്ച് ചായ കോഫിയൊക്കെ കുടിച്ചിട്ടാവാം അല്ലേ? ആ കോഫി, ഇനി കോഫി എടുത്ത് വരുമ്പോഴത്തേക്ക് ഫൈനൽ ഇതുപോലെ ഇരിക്കും അല്ലേ? ഓ സെപ്പറേറ്റ് ഇവിടെ വർക്ക് ചെയ്യണോ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, രസമുണ്ട്. മടക്കൊക്കെ. ഓ സാരി സെലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലെഹങ്ക എടുക്കാൻ വേണ്ടി പോകണേ. അത് റിസപ്ഷൻ ആവശ്യമുള്ള ഡ്രസ്സ്. ഇതേത് ഇഷ്ടപ്പെട്ട്? സൂപ്പർ. എനിക്കാ? എൻ്റെത് പിന്നെ നോക്കാം, ആദ്യം ഇവിടെ നടക്കട്ടെ. ഓ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതിയല്ലേ? ഓ ഇത് തയ്ക്കണം. ഓ ഓ കൊള്ളാം. പോസ് ചെയ്യും, പോസ് നോക്കട്ടെ. കൊള്ളാല്ലേ? കഴിഞ്ഞ ഇത്ര പെട്ടെന്ന് സെലക്ഷൻ കഴിയുമോ? ഇത് ഡ്രസ്സ് എടുക്കുന്ന ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്ര പെട്ടെന്ന് 10 മിനിറ്റിനകത്ത് വന്നിട്ട് സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് ഓപ്ഷൻ 1 പോയി. എന്നിട്ട് വേറെ നോക്കണമെങ്കിൽ നോക്ക്.
ഇതാണ് ഇഷ്ടം, മറ്റേതാണ് ഇഷ്ടം? ഇങ്ങോട്ട് നോക്കിയാണ്. ഇതല്ലേ കുറച്ചുകൂടെ കൊള്ളാന്ന്? ക്യാമറയിൽ വേറെ കളറായിട്ട് കാണുന്ന. അത് ചെറിയ ലൈറ്റിൻ്റെ ഡിഫറൻസ് വരും, അതങ്ങനെ വരും കുറച്ച്. ഇത് ക്യാമറയിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് കാണുന്നത്, പക്ഷേ ഈ കളറാണ് നിനക്കതാണ്? അല്ല, അത് ഇവിടുത്തെ ലൈറ്റിൽ കാണുന്നോണ്ടാണ്. നീ സാരി എടുക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം തീരുമാനിക്കട്ടെ എന്തെടുക്കണോ. ഇവിടെ ഞാൻ ഹാഫ് സാരിയും കണ്ട്. നീ കല്യാണത്തിന് ഹാഫ് സാരി ഇട്, അല്ലെങ്കിൽ ഒരു സാരി കൊടുക്കും. എന്നിട്ട് അയ്യോ, അത് ഇവിടെ ഒന്ന് കണ്ടപ്പോ തീരുമാനിച്ചാണ് ഹാഫ് സാരി. ഹാഫ് സാരിയാണ് തോന്നിയിരിക്കണത്. ആർക്കും എടുത്തു വെച്ച കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഹാഫ് സാരി കൊള്ളാന്ന് തോന്നി. ഹാഫ് സാരി എടുത്തിട്ട് പിന്നെ രണ്ടാമത് റിസപ്ഷൻ കുറച്ച് തിളങ്ങി വെക്കുന്ന രീതിയിൽ അമ്മ പറഞ്ഞത് വേണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സാരി ഇങ്ങനെ അഴിച്ചിട്ടിട്ട്. എല്ലാ സാരിയായി എന്നെ കൊണ്ട് പറ്റുമോ? നോക്ക്, നീ അല്ലാതെ പിന്നെ എന്തിനാണ് പാർട്ടി വെയർ അല്ലേ? അത് നമുക്ക് വീട്ടിൽ പോയി ആലോചിക്കാം. കുറച്ച് സമയം താ, എനിക്ക് കുറച്ച് സമയം താ. கொஞ்சம் கூட கம்மியா இருந்தா ஏதாவது இருக்கா? கேஷுவல் வேர் புறமே இடறதுக்கல்ல, புரிஞ்சுதா? அது வந்து நம்ம வீட்டுல நிக்கும் போது கேஷுவலா ஜென்டிலா അല്ലല്ല, സ്കേർട്ട് പുള്ളി പറയും അത് അതെന്തായാലും വീട്ടിൽ ഇടുന്ന മാതിരി. നൈറ്റ് ഡ്രസ് അല്ല, കോട്ടൺ ആണോ എങ്ങനെയാണ് அவங்க ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസ് ദിനം അത് യൂസ് பண்ணணும். ഡെയിലി വെയർ அந்த மாதிரி. അതെ അല്ല നോക്ക്, ടീഷർട്ട് இந்த மாதிரி. റേഞ്ച് പിടിക്കണല്ല, സൈസ് പിടിയാ. സൈസിലാണ് കാര്യം. എല്ലാണ് മതിയാ. ഇത് ഇട്ട് നോക്കാൻ പറ്റുമോ? ഇത് ട്രയൽ ചെയ്യാൻ പറ്റുമോ? ഓ, പറ്റും. എന്റെ സൈസ് തിരക്കിടുന്ന സാധനം ഒന്ന് മതി. അപ്പം അതും ഫിക്സ്. ഇതിനുശേഷം നമ്മൾ പോത്തീസിന്റെ ദ ഡിസൈൻ സ്റ്റുഡിയോ അവരുടെ സ്റ്റിച്ചിങ് സെന്ററിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു. സാരിയും ബ്ലൗസും ലെഹങ്കയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ തയ്പ്പിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവർ സാരിയുടെ ഹാൻഡ് വർക്ക്, ബ്ലൗസിന്റെ ഹാൻഡ് വർക്ക്, പിന്നെ ലെഹങ്കയുടെ ആ ഒരു മോഡൽ, കഴുത്തൊക്കെ കുറേ സംഭവങ്ങളെല്ലാം കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് അവിടെ തന്നെയാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഇപ്പം ഏത് മോഡലാണ് പറഞ്ഞത്? സാരിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലൗസിൽ ഹൈലൈറ്റ് ഉണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലെഹങ്ക ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യില്ലേ? അപ്പോൾ കംപ്ലീറ്റ് ഡ്രസ് മെഷർമെന്റ്സ് എടുത്ത് ഇവിടെ ഏൽപ്പിക്കുകയല്ലേ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അല്ല, ഇപ്പൊ തയ്ക്കണ്ടല്ലോ. ഇപ്പൊ റെഫറൻസ് എന്തെങ്കിലും അയക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്തു തരും. നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ആ സാരിയുടെ മാച്ചല്ലേ നോക്കുന്നത്? വൈറ്റ് മാച്ച് ആവും. ഇങ്ങനത്തെ കളറ്, ഇതിങ്ങനത്തെ ഗോൾഡൻ കളറാണോ നോക്കണം? പിന്നെ ആരും അങ്ങനെ കാല് ശ്രദ്ധിക്കൂല. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് അല്ലേ? കാര്യങ്ങളെല്ലാം ഷടപടേന്നായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത്. ബില്ല് നീ പേ ചെയ്യില്ലേ? ചുമ്മാ പേ ചെയ്യടേ. നിന്റെ കല്യാണത്തിന് ഞാൻ പേ ചെയ്യാം. അപ്പോൾ ഇത് ഫ്രീ ആണ്. താങ്ക് യു. അപ്പോൾ ശരി, നീ അടുത്ത പർച്ചേസിന് കാണാം. ഉണ്ട്.
നിമിഷയുടെ വിളിച്ചോണ്ടാൽ മതി. നമ്മുടെ ഡിസൈൻ എന്തുണ്ടെങ്കിൽ നിമിഷയ്ക്ക് അയച്ചു കൊടുത്താൽ മതി. അല്ല പുള്ളി എൻ്റെ നമ്പർ പുള്ളിക്കാരി ഞാൻ വിളിക്കാൻ പറയാം. എന്ത് ഡിസൈൻ ഉണ്ടെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ ശരി, താങ്ക് യു. 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറല്ലേ? എനിക്ക് ഓക്കെ ശരി എന്നാ ടാറ്റാ ടാറ്റാ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതാ ഫീഡെത്തിയിരിക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ മാരേജ് പർച്ചേസ് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. നടന്ന് ഊപ്പാടും ചാപ്പാടും വരും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനുഭവത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സംഭവങ്ങൾ സിമ്പിളായിട്ട് തീർന്നു എന്ന് വേണം പറയാൻ. കാരണം അവർക്കൊക്കെ ഒരു സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഏകദേശം ഒരു ഉച്ചര വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ഡ്രസ്സ് സെലക്ഷനൊക്കെ ഷടപടയെന്ന് അങ്ങ് തീർന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച ബഡ്ജറ്റിനേക്കാളും അകത്ത് തന്നെ നിന്ന് കേട്ടോ. അത് ആക്ച്വലി ഷീസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. പെട്ടെന്ന് പോയി എടുത്തു. അധികം സെലക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ കണ്ണി കണ്ട സാധനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റം നിന്നില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിനും ഞാൻ ഇട്ട ബഡ്ജറ്റിനേക്കാളും പുള്ളിക്കാരിക്ക് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വാവ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാരിയിലെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എവിടെയോ എന്തെങ്കിലും കുന്തിരിക്കോ കുമിഞ്ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ കെട്ടിത്തൂക്കിയോ പേരൊക്കെ എന്നൊരു പരിപാടി ഉണ്ടെന്ന്, അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു. പിന്നെ അതിനും സാരി ബ്ലൗസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ സ്റ്റിച്ചിങ്ങിന് അവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഇപ്പോൾ ചെയ്യില്ല, ഒരു 2 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പോഴും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി എനിക്ക് മാളുവിന് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം പോകണം. അതിപ്പോഴൊന്നും വേണ്ട, ഒരു കല്യാണത്തിൻ്റെ 1 മാസം മുമ്പൊക്കെ പോയാൽ മതിയാവും. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.